മനോരമ ഓർത്തൂസിൽ ശ്രീജിത്ത് പണിക്കരും സണ്ണിയം കവിക്കാടും ഡോക്ടർ ശ്യാംകുമാറും നടത്തിയ സംവാദം. ആ സംവാദത്തിൽ താൻ ജയിച്ചു എന്ന രീതിയിലുള്ള ശ്രീജിത്ത് പണിക്കരുടെ നിലപാടും അതുപോലെ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളോട് മറ്റുള്ളവർ പ്രതികരിച്ചില്ല എന്നും അംബേദ്കറെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യാഖ്യാനവും ഒക്കെ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ സംവാദത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെക്കുറിച്ചും ആ സംവാദത്തെക്കുറിച്ചും ശ്രീ സണ്ണിയം കവിക്കാട് നമ്മളോട് സംസാരിക്കും. സർ, അംബേദ്കർ എങ്ങനെ വായിക്കപ്പെടണം എന്നതായിരുന്നു ആ ചർച്ചയുടെ പ്രമേയം. അപ്പോൾ ആദ്യം സംസാരിച്ചത് ഈ പറയുന്ന പണിക്കർ സംസാരിക്കുമ്പോൾ അദ്ദേഹം അംബേദ്കറുടെ കൃതികൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം അംബേദ്കർ ഒരു ഇസ്ലാം വിരുദ്ധനാണെന്നാണ്. അത് മാത്രമാണ് പുള്ളിക്ക് മനസ്സിലായ കാര്യം. ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറയില്ല, അതാണ് പുള്ളിക്ക് മനസ്സിലായത്. പുള്ളി പറയുന്നത് കേട്ടിരുന്നാൽ അംബേദ്കർ എങ്ങനെ വായിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ്. വേറെ അംബേദ്കറിൻ്റെ ഒരു ആസ്പെക്റ്റും അദ്ദേഹം പറയുന്നില്ല. അതിന് ചില കൊട്ടേഷൻസ്, തോട്ട്സ് ഓൺ പാകിസ്ഥാനിലെ ചില കൊട്ടേഷൻസ് അദ്ദേഹം എടുത്ത് പറയുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പറയും, ഇതിന് നിങ്ങൾ ഉത്തരം പറയണം, ഞങ്ങളോട് ആവശ്യപ്പെടും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ എങ്ങനെ വായിക്കപ്പെടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരാളാണ് ഡോക്ടർ അംബേദ്കർ. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലും വായിക്കപ്പെടുന്ന ഒരാളാണ്. വിവിധ യൂണിവേഴ്സിറ്റികളിലെ ഗവേഷണ വിഷയമാണ് അംബേദ്കറുടെ ചിന്തകൾ. ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഇന്ത്യൻ ജനാവലി ഉയർത്തിപ്പിടിച്ച ചിത്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റേതാണ്. അത്തരമൊരു ചിന്തകനെ എങ്ങനെ വായിക്കണമെന്നുള്ളത് സമകാലീനമായി വളരെ പ്രസക്തമായൊരു കാര്യമാണ്. എനിക്കതിലേ താല്പര്യമുള്ളൂ. സാർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന രീതിയിൽ അംബേദ്കർ വെള്ളിവിടായിട്ട് വായിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നും, അല്ലാതെ അംബേദ്കറെ ഒരു ജാതി ദലിത് സംവരണം എന്ന ടോപ്പിക്കിലേക്ക് അല്ല വരേണ്ടതെന്നും, അംബേദ്കറുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്നും ഡെമോക്രസിയിൽ അംബേദ്കർ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് സാർ ചൂണ്ടിക്കാണിക്കുണ്ടായി. പക്ഷെ അതേക്കുറിച്ച് ഒരു ലക്ഷം വേണ്ടിയിട്ടുള്ള ചർച്ചയിലേക്ക് ആരും വന്നില്ല. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു വാദഗതി ഞാൻ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഈ ചർച്ചയെ വഴിതിരിച്ചു വിടാനും ചർച്ചയെ ഇല്ലാതാക്കാനുമുള്ള ഒരു ബോധപൂർവമായൊരു അപ്രോച്ചാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ അത് പാടില്ലെന്നും, മറിച്ച് അംബേദ്കർ എങ്ങനെ വായിക്കും. അപ്പം ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. ഇന്ത്യ പഠനത്തിനൊരു മാതൃക അംബേദ്കർ നിർമ്മിച്ചിട്ടുണ്ടോ? അതായത് നമ്മളൊരു ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ചർച്ചയ്ക്ക് വിളിക്കാം, നമുക്കിടയിൽ ഒരു മോഡറേറ്റർ ഉണ്ട്. അല്ല, അത് പൊളിറ്റിക്കൽ ആണല്ലോ ചർച്ച വരുന്നത്. സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കലായിട്ടൊരു ഡിസ്കഷനിലേക്കാണ്. പൊളിറ്റിക്കൽ എന്തോ ആയിക്കോട്ടെ, ഒരു ചർച്ചയുടെ സ്വാഭാവിക ഫോർമാറ്റ് എന്താണ്? നമുക്കൊരു പൊതു വിഷയം തന്നിരിക്കുന്നു, നമ്മളതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചും ഉറപ്പിച്ചുമാണ് നമ്മൾ ചർച്ചയ്ക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒരു മോഡറേറ്റർ ഉണ്ടാവും. മോഡറേറ്റർ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ മുന്നിൽ ചോദിക്കുക. ആ ചോദ്യമാണ് മായാപ്രമോദ് ചോദിക്കുന്നത്. മായാപ്രമോദ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അംബേദ്കർ ഇന്ത്യ പഠനത്തിന് ഒരു മാതൃക നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു മെത്തഡോളജി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം. ആ ചോദ്യത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കക്ഷി അംബേദ്കർ ഒരു ഇസ്ലാം വിരുദ്ധനാണ് എന്ന് പറയുകയും ഇസ്ലാം വിരുദ്ധത നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യും. ഞാനവിടെ ചെയ്തൊരു കാര്യം, അംബേദ്കർ ഒരു മെത്തഡോളജി നിർമ്മിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുകയും 16 മുതൽ 36 വരെയുള്ള കൃതികളിലൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അംബേദ്കർ ഒരു മാതൃക, ഒരു പഠന മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ അടുത്തറിയാൻ പറ്റുന്നൊരു പഠന മാതൃക ഉണ്ട്, തർക്കമറ്റ വസ്തുതയാണ്. അപ്പോൾ അത് പറഞ്ഞു. രണ്ടാമത് ഈ ആങ്കർ തന്നെ ഉന്നയിക്കുന്നൊരു ചോദ്യം, അംബേദ്കറെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനും ഈ പറയുന്ന പണിക്കർ ഉത്തരം പറയുന്നില്ല. അംബേദ്കർ ഒരു പൊളിറ്റിക്കൽ ചിന്തകൻ എന്ന നിലയിൽ നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനൊരു ഉത്തരവുണ്ടല്ലോ. ഒരുപക്ഷെ അവരങ്ങനെ കാണുന്നില്ലായിരിക്കാം. ഇല്ല, കാണുന്നില്ല. അംബേദ്കർ ജാതിയിൽ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന
ഒരാളായിട്ടുണ്ട്. മാത്രമല്ല അംബേദ്കറിൻ്റെ കൃതികൾ അയാൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം അംബേദ്കറിൻ്റെ വേറെ ഒരു കാര്യവും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കുറേ പോയിൻറ്റ്സ്, അതായത് ആൻറ്റി മുസ്ലിമാണ്. രണ്ടാമത് ഉള്ള ഊഴം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുമ്പോൾ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. ആകെക്കൂടി 45 മിനിറ്റാണ്. ആദ്യ സമയത്ത് തന്നെ 12 മിനിറ്റ് അദ്ദേഹം എടുക്കുന്നുണ്ട്. യഥാർത്ഥ ആ ചർച്ചയിൽ സമയം പാലിച്ച ഒരേ ഒരാൾ ഞാനാണ്. സമയം കൃത്യമായി പാലിച്ച ഒരേ ഒരാൾ ഞാനാണ്. നമ്മളത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു നമുക്കറിയാവുന്ന കാര്യം മുഴുവൻ പറയാനുള്ള സമയമല്ല, അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് പറയാവുന്നൊരു പോയിന്റ് മാത്രം നമ്മൾ പറയുക. രണ്ടാം ഊഴത്തിലും ഇദ്ദേഹം വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇവരൊക്കെ എന്തോ മുസ്ലിം തീവ്രവാദികളുടെ ആൾക്കാരാണ്, അംബേദ്കർ വേറെയാണ്, അംബേദ്കറൈറ്റുകൾ വേറെ എന്തോ ജനസാണ്, അവർ മുസ്ലിങ്ങളുടെ പുറകെ നടക്കുന്ന ആളാണ്. ഇതിൽ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ. ഒന്ന്, ഇതൊരു 40 വർഷമായി ഇന്ത്യയിലെ RSS സംഘപരിവാർ ശക്തികൾ ബോധപൂർവമായി നടത്തുന്ന ഒരു പ്രചാരണമാണ് അംബേദ്കർ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നത്. അവർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന അതിഭീകരമായ കൂട്ടക്കൊലകൾ, ബാബറി മസ്ജിദ് തകർക്കലടക്കമുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിനെയും ന്യായീകരിക്കുന്നതിന് വേണ്ടി, ദളിതരെ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവർ കെട്ടിച്ചമച്ച ഒരു കഥയാണ് അംബേദ്കർ ഇസ്ലാം വിരുദ്ധനാണ്. അല്ല, ബാബറി മസ്ജിദ് താക്കാൻ എടുത്ത ഡേറ്റ് ഡിസംബർ 6 അത് വളരെ ബോധപൂർവമാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് സംശയമില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ 40 വർഷം പഴക്കമുള്ള ഒരു ചർച്ച അതിനെ എതിർത്തുകൊണ്ട് ഈ സംഘപരിവാർ ആക്രമണത്തെ വിമർശിച്ചുകൊണ്ടുള്ള നിരവധി പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2003 തന്നെ ആനന്ദ ദൽതുംൻ്റെ ഒരു പുസ്തകം അംബേദ്കർ ഓൺ മുസ്ലിംസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ബുക്ക് പുറത്തു വന്നു. അങ്ങനെ നിരവധി പുസ്തകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 30-35 വർഷം പഴക്കമുള്ള ഒരു ഇഷ്യൂ ഏതാണ്ട് പുതിയൊരു കാര്യം എന്ന വ്യാജേനയാണ് ഈ പണിക്കര് ചുമന്നുകൊണ്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് തന്നെ അംബേദ്കർ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന ആശയത്തോട് യോജിച്ചു നിൽക്കുകയും ഇത്തരം വാദഗതികൾക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ പണിക്കരെന്ന് പറയുന്ന കക്ഷിയോട് ഉത്തരം പറയില്ല. കാരണം അയാൾക്കിത് പഴയതാണോ പുതിയതാണോ എന്ന് പോലും അറിയില്ല. അയാൾ ഈ സ്ട്രീമിൽപ്പെട്ട ആളെയല്ല. അറിയാമെങ്കിൽ ഈ പഴയ വാദം കൊണ്ടുവരത്തില്ല, പുതിയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നേരെ കയറുക. അംബേദ്കറെ കുറിച്ച് വേറെ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൂടി പറഞ്ഞത് അംബേദ്കർ മുസ്ലിം വിരുദ്ധനാണെന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, ഇത് ഒന്നാമത്തെ സംഗതിയാണ്. അതായത് ഇതൊരു RSS സംഘപരിവാർ അജണ്ടയാണ്. രണ്ട്, ഇതിനൊരു 40 വർഷത്തെ പഴക്കമെങ്കിലുണ്ട്. ഈ RSS അജണ്ട ചർച്ച ചെയ്യാനല്ല ഞാൻ ഹോർത്തൂസിൽ പോയത്. അത് പണിക്കരല്ല, ഏത് വലിയവൻ വന്നാൽ പള്ളിയിലച്ഛൻ വന്നാലും നമ്മൾ ആ കേസ് പിടിക്കുകയല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിഷയം സംസാരിക്കുള്ളൂ. ഇവനെ ഈ പണിക്കരെന്ന് പറയുന്ന കഥാപാത്രത്തെ ഞാൻ വിമർശിച്ചില്ലാതാക്കുകയല്ല ചെയ്തത്, പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു. അപ്പോൾ ഈ അവഗണന ഇദ്ദേഹം പ്രചരിപ്പിച്ചത് ഉത്തരമില്ലാത്തവരാണെന്നുള്ള നിലക്കാണ്. അതിനും 2 ആസ്പെക്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദളിതർ അവരുടെ പാരമ്പര്യം കൊണ്ട് തന്നെ അറിവില്ലാത്തവരാണെന്നുള്ളൊരു സവർണ ബോധ്യം ഈ പണിക്കർക്കുണ്ട്. അത് വെച്ചിട്ടാണ് അവർക്കറിയാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഇതിന് നേരത്തെ ഉത്തരം പറഞ്ഞതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ന്യായം. ഇത് വളരെ നേരത്തെ, പതിറ്റാണ്ടുകൾക്ക് മുൻപ് അംബേദ്കറൈറ്റുകൾ ഉത്തരം പറഞ്ഞൊരു കാര്യമാണ് ഇവൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പരിപൂർണമായി അവഗണിച്ചിട്ട് ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: അംബേദ്കർ ഇസ്ലാം വിരുദ്ധനാണ്, ഇസ്ലാമിനോട് വിമർശനമുണ്ട്. അംബേദ്കർ ഇസ്ലാമിനെ വിമർശിച്ചിട്ടില്ല എന്ന്, ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ചിട്ടില്ല എന്ന്, മതവിമർശനം നടത്തിയിട്ടില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനെന്നല്ല, ഒരു അംബേദ്കറായിട്ടും പറയാൻ സാധ്യതയില്ല. കാരണം അതിന് വ്യക്തമായ തെളിവുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉള്ളതാണ്. അത് നിഷേധിക്കാൻ മാത്രം വിരോധോഷികളല്ല നമ്മളാരും. അപ്പം അദ്ദേഹം വളരെ വ്യക്തമായും വിമർശിച്ചിട്ടുണ്ട്.
ആ വിമർശനങ്ങൾ അയാൾ വലിയ ആന കാര്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ആസ് എ ഫിലോസഫർ അംബേദ്കർ അല്ലാതെ വേറൊരാളും അങ്ങനെ കാര്യമായിട്ടൊരു വിമർശനം നടത്തിയിട്ടില്ല. ഇന്ത്യൻ മിഥോളജിയെ കുറിച്ചാണെങ്കിലും ഇന്ത്യൻ പുരാണങ്ങളെ കുറിച്ചാണെങ്കിലും തത്വശാസ്ത്രത്തെ കുറിച്ചാണെങ്കിലും ഇത്ര ആധികാരികമായിട്ട് തന്നെ കമ്പോട് കമ്പ് വിമർശിച്ചിട്ടുള്ള ഒരാൾ വേറെ ഇല്ലല്ലോ. അതെ, ഇതെല്ലാം നമ്മുടെ വലിയ പുസ്തകങ്ങളായിട്ട് രേഖകളായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ വിമർശനത്തെ നമ്മൾ കാണേണ്ടത്, ഒരാൾക്ക് വിമർശിക്കാം. അംബേദ്കർ ഒരു ക്രിട്ടിക്കൽ തിങ്കറാണ്. അദ്ദേഹം എല്ലാത്തിനെയും വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രാഗ്മാറ്റിസ്റ്റാണ്. ഈ പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ എന്തോ പ്രായോഗിക ബുദ്ധിയാണെന്നും അവസരവാദമാണെന്നുമാണ് ഈ പണിക്കരെ പോലുള്ളവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനല്ലത്. പ്രാഗ്മാറ്റിസം ഒരു തത്വചിന്താ സ്ട്രീമാണ്, ഒരു ഫിലോസഫിക്കൽ സ്ട്രീമാണ്. അതിൻ്റെ ഒന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്ന ആത്യന്തികമായ ശരി, ആത്യന്തികമായ സത്യം എന്നൊന്നില്ല. എല്ലാത്തിനെയും വിമർശന ബുദ്ധിയോടുകൂടി സമീപിക്കുകയും പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുകയും. സയൻസിലും ഫിലോസഫിയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതെ, അബ്സല്യൂട്ട് ട്രൂത്തിനെ കുറിച്ച് അത് ആത്മീയതയെ മാത്രമുള്ള സാധനമാണ് അബ്സല്യൂട്ട് ട്രൂത്ത്. അതാണ്. അതെ. അപ്പോൾ ഈ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന തിയറിയിൽ ഇദ്ദേഹം വിശ്വസിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ മിഥോളജിയെയും ഹിന്ദുത്വ ഫിലോസഫിയെയും അടിസ്ഥാനപരമായി തന്നെ അംബേദ്കർ നിഷേധിക്കുന്നു. അംബേദ്കർ ഹിന്ദു സോഷ്യൽ ഓർഡറിനെ, ഹിന്ദുത്വ തത്വചിന്തയെ, ഹിന്ദു മിത്തോളജിയെ അദ്ദേഹം കേവല വിമർശനത്തിന് വിധേയമാക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം അത് പരിശോധിച്ചിട്ട് പറയുന്നത് ഇത് മനുഷ്യവംശത്തിനെതിരാണെന്നാണ് പറയുന്നത്. ഇതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് യാന്ത്രോമെട്രി തൊട്ട് നരവശാസ്ത്രം പറഞ്ഞ എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ടല്ലോ. എല്ലാത്തിലും ഉണ്ട്. വെറുതെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമല്ല. ഇന്ത്യക്കകത്ത് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട്, അതായത് സോഷ്യോളജി, ആന്ത്രോപോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഫിലോസഫി തുടങ്ങിയ സബ്ജക്റ്റുകളെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് അപ്രോച്ച് ചെയ്ത ഒരാളാണ് അംബേദ്കർ. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ഹിന്ദു സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് മനുഷ്യവംശത്തിനെതിരാണെന്നും മനുഷ്യൻ്റെ വികാസത്തിനെതിരാണെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സമഭാവനയ്ക്കെതിരാണെന്നും സാഹോദര്യത്തിനെതിരാണെന്നും അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും നമ്മൾ കൈയൊഴിയേണ്ടതുണ്ട് എന്നാ പറയുന്നത്. അല്ല, അതിനകത്ത് അതില്ലല്ലോ. അതിനകത്ത് സമഭാവനയോ മാനവികതയോ അല്ലെങ്കിൽ പറയുന്ന ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒന്നും ഹിന്ദുയിസത്തിലില്ലല്ലോ. അല്ലെ ബ്രാഹ്മിൻസ്, ഹിന്ദുയിസം തൊട്ട് ബ്രാഹ്മിനിസത്തിലില്ല. എന്നാണല്ലോ ഓരോ തെളിവുകളെടുത്തോ ആ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ കൈയൊഴിയണം എന്നാണ് അംബേദ്കർ പറയുന്നത്. ജാതി നിർമൂലനത്തിൽ പറയുന്നത് ഇന്ത്യയിലെ ഈ അസമത്വത്തിൻ്റെ ഭാവനയെ സപ്പോർട്ട് ചെയ്യുന്ന വേദ ഇതിഹാസ ഗ്രന്ഥങ്ങൾ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് പറയുന്നത്. എന്ന് പറയാൻ അതിൽ നിന്ന് നമുക്കൊരു പാഠവും പഠിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അദ്ദേഹം ഇന്ത്യൻ പാരമ്പര്യത്തോട് ഈ ഭരണഘടന നീതി പുലർത്തുന്നില്ല എന്ന ഹിന്ദുത്വത്തിൻ്റെ വിമർശനത്തോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ത്യൻ പാരമ്പര്യത്തിനകത്ത് ആധുനിക സമൂഹത്തിനെടുക്കാൻ എന്ത് മൂല്യമാണുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പറയുന്നത്. ആരും ചൂണ്ടിക്കാണിക്കില്ലല്ലോ. ആരാണ് നിങ്ങളാരാണ് ഞങ്ങളാരാണ്, ഇന്ത്യയിൽ ഞങ്ങളെവിടെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പം ഞാൻ പറയുന്നത് ഈ ഹിന്ദു പാരമ്പര്യം എന്നിവർ പറയുന്ന ആ സംഗതി ആധുനിക മനുഷ്യ ജീവിതത്തിനും ആധുനിക വ്യക്തിത്വ വികാസത്തിനും എതിരാണ് എന്നതുകൊണ്ട് തള്ളിക്കളയണമെന്നാണ്. ഇസ്ലാമിനോടുള്ള വിമർശനം അതല്ല, അംബേദ്കറുടെ ക്രിസ്ത്യാനിറ്റിയോടുള്ള വിമർശനവും അതല്ല. ഇസ്ലാമിനോടുള്ള വിമർശനത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ചില പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അംബേദ്കർ വിമർശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്. അപ്പോൾ അദ്ദേഹം പർദ്ദയിട്ട സ്ത്രീകളെ കുറിച്ച് അതൊരു അവരുടെ വികാസത്തിനെതിരാണെന്നാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ്. അവരുടെ ആരോഗ്യത്തിനത് എതിരാണ്, 2 അവരുടെ സാമൂഹിക ധാർമ്മിക വളർച്ചയ്ക്കെതിരാണ്, അവരുടെ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷനെതിരാണ്. ഈ 3 അതുകൊണ്ട് അതിൻ്റെ ഫലങ്ങൾ ഇതാ. അവർക്കൊരു സോഷ്യോ കൾച്ചറൽ എൻഗേജ്മെന്റ് സാധ്യമല്ല, അവർക്ക് പൊളിറ്റിക്കൽ പെർഫോമൻസ് സാധ്യമല്ല. അതങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനകത്ത് സ്ത്രീകളുടെ തുല്യത അവകാശത്തിന് വേണ്ടിയാണ്, തുല്യാവകാശത്തിന് വേണ്ടി ഒരു മോട്ടീവാണ് ഈ വിമർശനത്തെ സാധുവാക്കുന്നത്. ഇതേ സാധനം ഹിന്ദു മതത്തിലെ സ്ത്രീകളോട് ഇദ്ദേഹം പുലർത്തുന്നുണ്ട്. ഹിന്ദു കോഡ് ബില്ല് അതിൻ്റെ ഒരു ഉദാഹരണമാണ്.
ഈ ഹിന്ദു കോഡ് ബില്ല് അംബേദ്കർ അവതരിപ്പിക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്തുന്നത് മുസ്ലിങ്ങളൊന്നും അല്ലല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയപ്പെടുത്തുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഈ ഹിന്ദു സ്ത്രീകളുടെ സ്വത്തിൻ്റെ മേലുള്ള തുല്യാവകാശം, അവർക്ക് ഡൈവേഴ്സ് ചെയ്യുവാനുള്ള അവകാശം, ഇങ്ങനെ തുടങ്ങി ഇവരുടെ തുല്യാവകാശത്തിന് വേണ്ടി ഈ പ്രപ്പോസൽ മുന്നോട്ട് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേൽ അന്ന് പറഞ്ഞൊരു കാര്യം, ഇത് ഹിന്ദു ജീവിതത്തെ തകർക്കുമെന്നാണ് പറഞ്ഞു. നമ്മൾ ഹിന്ദു ജീവിതം പാട്രിയാർക്കിയിൽ അധിഷ്ഠിത അത് തകർന്നുപോകുന്നതായി പറയുന്നത്. അപ്പോൾ ഈ വിമർശനം ഈ ഹിന്ദു സോഷ്യൽ ഓർഡറിൽ അംബേദ്കർ ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, ഈ വിഷയത്തിലും മുസ്ലിം വിഷയത്തിലും അംബേദ്കർ പറയുന്നത് നിങ്ങളുടെ അമിതമായ മത താല്പര്യം നിങ്ങളെ രാഷ്ട്രീയ നിശ്ചലാവസ്ഥ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അല്ല, അതിൻ്റെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ മുസ്ലിങ്ങൾ റിഫർമേഷനോട് വിമുഖരായിരിക്കുന്നത് എന്തുകൊണ്ട്, ഈ ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വിമുഖരായിരിക്കുന്നത്? അപ്പോൾ അതിൽ ആ വിമുഖത ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള പുറകോട്ട് തള്ളുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം. ഇതൊക്കെ ഇത്തരം അംബേദ്കറിൻ്റെ ഇത്തരം വിമർശനം പിന്നെയുള്ളതാണ്. ഇദ്ദേഹം സൂചിപ്പിച്ച, അദ്ദേഹം എടുത്ത് പറഞ്ഞ് ബാക്കിയുള്ളവർ വെട്ടിൽ വീഴിക്കാം എന്ന് വിചാരിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ മലബാർ ലഹളയുടെ കാലത്ത് അംബേദ്കർ എഴുതിയ ആ മലബാർ ലഹളയെക്കുറിച്ച് അംബേദ്കർ എഴുതിയ അത് ഈ തോട്ട്സ് ഓൺ പാകിസ്ഥാനിലുള്ള സാധനം തന്നെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൂട്ടമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ യഥാർത്ഥ ആ ടെക്സ്റ്റ് സൂക്ഷ്മമായി പരിശോധിക്കും. ഒന്ന്, തോട്ട്സ് ഓൺ പാകിസ്ഥാനിലെ ഒരധ്യായമാണത്. ആ അധ്യായത്തിൽ വിഭജനത്തെ സംബന്ധിച്ച ഹിന്ദു പദ്ധതി എന്ന് പറയുന്ന, മുസ്ലിം പദ്ധതി എന്ന് പറയുന്ന രണ്ട് അധ്യായം. അത് ഹിന്ദു പദ്ധതി എന്ന് പറയുന്നതിലാണ് ഈ വിഷയം, ഈ പറയുന്ന പരാമർശങ്ങളുള്ളത്. അതിനകത്ത് അദ്ദേഹം വിമർശവിധേയമാക്കുന്ന കേന്ദ്ര പ്രമേയം ഗാന്ധിയുടെ ഹിന്ദു മുസ്ലിം ഐക്യം യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതല്ല എന്നതാണ് ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ 1920 മുതൽ 40 വരെ ഇന്ത്യയിലെമ്പാടും നടന്ന വർഗീയ ലഹളകളെ, ഹിന്ദു മുസ്ലിം ലഹളകളെ പരാമർശിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇമ്പീരിയൽ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്നാണ് ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചിരിക്കുന്നത്, അത് താഴെ ഞാൻ പകർത്തുന്നു എന്ന് വ്യക്തമായി എഴുതിയിട്ടാണ് ഈ കഥ അദ്ദേഹം പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ അംബേദ്കർ ഇവിടെ വന്ന് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അംബേദ്കറിൻ്റെ വേർഷനല്ല, അംബേദ്കറിൻ്റെ മുന്നിൽ വന്ന അന്ന് അദ്ദേഹത്തിന് ലഭ്യമായിരുന്ന ഒരേ റിപ്പോർട്ടാണ് ഇമ്പീരിയൽ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട്. മാപ്പിള ലഹളയെക്കുറിച്ചിട്ട്, മലബാർ കലാപത്തെക്കുറിച്ച് 1960 ശേഷം നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പം നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു ചിത്രമുണ്ട്. അന്ന് അംബേദ്കറിന് മുന്നിൽ ഈ ഇമ്പീരിയൽ ഗവൺമെൻറ്റിൻ്റെ ഇതില്ല. ഞാൻ അംബേദ്കർ പറഞ്ഞ വാദം ശരിയാണെന്ന് എനിക്കും അഭിപ്രായമില്ല. മുസ്ലിങ്ങൾ വലിയ കൂട്ടക്കൊല ചെയ്തു, ഒരു മുസ്ലിം രാഷ്ട്രമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടന്നത് എന്നൊക്കെ അതിനകത്ത് പറയുന്നു. അത് ഈ ഇമ്പീരിയൽ ഗവൺമെന്റിന്റെ റിപ്പോർട്ടിലുള്ള വിവരങ്ങളാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതെ, ഇമ്പീരിയൽ ഗവൺമെന്റ് ഈ വിഷയം, ഈ മലബാർ കലാപത്തെ ഇത്രയും വഷളാക്കുകയും ഇത്രയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്ത പ്രധാന പ്രതി ഇമ്പീരിയൽ ഗവൺമെന്റാണ്. അവരുടെ റോൾ മറച്ചു വെക്കാൻ വേണ്ടി ഇത് മുസ്ലിങ്ങളുടെ എന്തോ മതവികാരം വ്രണപ്പെട്ട് നടത്തിയൊരു പരിപാടിയാണെന്നും മുസ്ലിം രാഷ്ട്രമുണ്ടാക്കാനുള്ള നീക്കമാണ്. വാര്യംകുന്നൻ ഉണ്ടാക്കുന്ന രാഷ്ട്രത്തിൻ്റെ പേര് മലയാള രാജ്യമെന്നായിരുന്നു. മുസ്ലിം രാജ്യം എന്നല്ല, മലയാള രാജ്യം എന്നാണ്. അതിനകത്ത് പ്രധാന പദവികളിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. അല്ലാതെ മാത്രമല്ല, അത് അവസാനത്തിന്റെ സമരത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ആദ്യ ഘട്ടത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് ചെയ്തവരാണ്. കലാപമായി തുടങ്ങി ഒരു വർഗീയ കലാപമായിട്ട് പരിണമിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഖിലാഫത്തിൻ്റെയും ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ മലബാർ കലാപത്തെ കാണാൻ. മലബാർ കലാപത്തിൻ്റെ ഭൗതികമായൊരടിസ്ഥാനം ഈ പറയുന്ന കാർഷിക ബന്ധങ്ങളും ഒരു 100-110-120 വർഷമായിട്ട് ഇമ്പീരിയൽ ഗവൺമെൻറ് നടത്തിയ റൈത്തുവാരി പോലെയുള്ള പല ഭൂപരിഷ്കരണങ്ങളും ഈ ജന്മിമാർക്കെതിരെ വലിയൊരു രോഷം അടിത്തട്ടിലുണ്ടാക്കി.
അല്ല, മലബാർ കലാപം എന്നല്ല പറയുന്നത്, കലാപങ്ങളാണ്. കാരണം 10-25 വർഷങ്ങളിലേറെ നീണ്ടുപോയ സമരമാണ്. ഏറ്റവും അവസാനം 21-ലെ കാര്യം മാത്രമേ 21-ലെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ 21-ലത് കണക്കാക്കിയാലും അത് ഇവർ പറയുന്ന വിധം ഒരു ഹിന്ദു മുസ്ലിം റിഫ്റ്റ് മാത്രമായിരുന്നില്ല. മുസ്ലിങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം ജന്മിമാരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മുസ്ലിം രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്ന അത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന ഇൻഫർമേഷൻ്റെ കുറവ് കൊണ്ടും, അവൈലബിളായ ഇൻഫർമേഷൻ വേണം, അതില്ല, അതിൻ്റെ കുറവ് കൊണ്ടും, പിന്നെ ഗാന്ധിയുടെ പദ്ധതിയുടെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കാനുള്ള വ്യഗ്രത കൊണ്ടും ചില നിഗമനങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. തീർച്ചയായും അതിനകത്ത് പാളിച്ചകളുണ്ട്. ഇത് സമ്മതിക്കുന്നത് ഇവിടുത്തെ മാത്രമല്ല, ഗാന്ധിയുടെ ഖിലാഫത്ത് എന്ന് പറയുന്ന ഈ സാധനം ഗാന്ധി കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് അംബേദ്കർ ഉന്നയിക്കുന്ന വിഷയം. ഒരാവശ്യമില്ല കാര്യം. ഇന്ത്യയിൽ ഇപ്പൊ തുർക്കിയില് സുൽത്താനേറ്റിന്റെ കാര്യം പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കേണ്ട കാര്യം തുർക്കിയിലെ കാര്യം പറഞ്ഞ് എന്ത് കാര്യം പറയാം, അത് ന്യായവും ശരിയുമാണെങ്കിൽ, ആത്മാർത്ഥവുമാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അംബേദ്കർ പറയുന്നൊരു കാര്യം, ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനകത്ത് ഡബിൾ പ്ലേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത്തരം അംബേദ്കറിൻ്റെ ഇസ്ലാം വിമർശനങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, സാഹോദര്യം എന്നത് അവർക്കിടയിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അത് സത്യമാണ്. അംബേദ്കർ അങ്ങനെ ഒരു വിമർശനം അത് മുസ്ലിങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ്, ഇന്ത്യൻ മുസ്ലിങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ്. അത് സാഹോദര്യം എന്നത് യഥാർത്ഥത്തിൽ അതിന് ഖുറാനിക്കായിട്ടുള്ള അടിസ്ഥാനമൊന്നുമില്ല. ഖുറാനിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവർക്കും സാഹോദര്യം എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് പറയുന്നത് അംബേദ്കർ ഉന്നയിക്കുന്ന വിമർശനം സാഹോദര്യമുണ്ട്, പക്ഷെ അത് അവർ തമ്മിലേ ഉള്ളൂ, അത് പുറത്തേക്ക് കൊടുക്കുന്നില്ല. അതൊരു കുറവായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണി. അപ്പോൾ യഥാർത്ഥ അതിലൊരു ഇൻറ്റൻഷൻ, അംബേദ്കറിൻ്റെ വിമർശനത്തിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നല്ല, മറിച്ച് അത് മനുഷ്യ വിമോചനത്തിന് പ്രാപ്തമല്ലാത്ത മതങ്ങളെല്ലാം അബദ്ധങ്ങളാണെന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഇതിൽ കടന്നുകൂടിയിരിക്കുന്ന ചില അബദ്ധങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് ഈ ഇസ്ലാം പണ്ഡിതർ ഒരു ക്രിട്ടിക്കൽ ഫ്രണ്ട് എന്നാണ് അംബേദ്കറെ വിളിക്കുക. ക്രിട്ടിക്കൽ ഫ്രണ്ട് വിമർശനമൊക്കെ ഉന്നയിക്കുമെങ്കിലും അടിസ്ഥാനപരമായി ഞങ്ങളുടെ ബന്ധുവാണ്, സഹോദരനാണെന്ന് കാണാൻ കാരണം ഇങ്ങനെ വിമർശനം ഉണ്ടായിരുന്ന അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസം പുലർത്താനും അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കാനും മതം പ്രചരിപ്പിക്കാനും പബ്ലിക് മൊറാലിറ്റിയെ ബാധിക്കാത്തിടത്തോളം പബ്ലിക് മൊറാലിറ്റി എന്നൊരു അതെ അതിനെ എതിരായി ബാധിക്കാത്തിടത്തോളം സ്വന്തം വിശ്വാസം കൊണ്ട് നടക്കാം, സ്വന്തം മതം കൊണ്ട് നടക്കാം, മതം പ്രചരിപ്പിക്കാം എന്ന ഭരണഘടനാ അങ്ങനെയും പോവാം. അപ്പോൾ ഈ വിമർശനത്തെ നേരിട്ടെടുത്ത് സവർക്കർ ചെയ്യുന്നത് പോലെ ഇസ്ലാമും ക്രിസ്ത്യാനിയൊക്കെ രണ്ടാം തരം പൗരന്മാർ ഇവിടെ ജീവിച്ചോണമെന്നൊന്നും അംബേദ്കർ പറയുന്നില്ല. മാത്രവുമല്ല, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാരണവശാലും ഡോക്ടർ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് വരാൻ പാടില്ല എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. 5 അംഗങ്ങളുടെ പിന്തുണയുള്ള ഒരാൾക്ക് മാത്രമേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് പോകാൻ പറ്റൂ. മുമ്പേ അന്നത്തെ ബോംബെ പ്രസിഡൻസിയിലെ 5 പേരുടെ പിന്തുണ കിട്ടാതിരിക്കാൻ ബോധപൂർവമായൊരു നീക്കം നടക്കുന്നുണ്ട്. പട്ടേൽ എന്ന് പറയുന്നൊരു കാര്യം, അംബേദ്കർക്ക് മുന്നിൽ വാതിലുകൾ മാത്രമല്ല ജനലുകളും ഞങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്, ഒരു കാരണവശാലും കയറില്ല എന്ന് ഉറപ്പുവരുത്തും. അങ്ങനെ ഇദ്ദേഹം ഏതാണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എത്തില്ല എന്ന ഒരു സ്ഥിതിയായപ്പോഴാണ് ബംഗാളിൽ നിന്നും അവിടുത്തെ SC/ST അംബേദ്കർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ്റെ നേതാവ് അദ്ദേഹം ജിന്നയെ കാണുകയും ജിന്ന മുഖേന ലീഗിൻ്റെ പിന്തുണ ഉറപ്പിക്കുകയും അംബേദ്കറെ ബംഗാളിൽ നിന്നുള്ള നോമിനിയായിട്ട് ഇന്ത്യ വിഭജനം നടന്നപ്പോൾ അംബേദ്കർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ കോൺസ്റ്റിറ്റ്യുവൻസി പകുതി ബംഗ്ലാദേശിലും പകുതി ഇന്ത്യയിലും ആകുന്നതോടെ ആ റെപ്രസെൻറ്റേഷൻ റദ്ദ് ചെയ്യപ്പെടുന്നു. ഈ സമയത്താണ് നെഹ്റു പറഞ്ഞുവിട്ട ഡെലിഗേറ്റ് സംഘം യൂറോപ്പിൽ നടന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിങ്സിൽ ഒരു സഹായത്തിന് വേണ്ടി പണ്ഡിതരെ കാണാൻ പോകുന്നത്.
അപ്പോൾ ആ പണ്ഡിതർ ഇവരോട് ചോദിക്കുന്ന മറിച്ചുള്ളൊരു ചോദ്യം, ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലൊരു ആൾ അവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ ഒരു അനുഭവമാണ് അംബേദ്കറെ വീണ്ടും രണ്ടാമത് മുംബൈയിൽ നിന്നൊരാളെ രാജിവെപ്പിച്ച് അയാൾക്ക് പകരമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എത്തിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് കടന്ന് കയറാൻ വിസമ്മതിച്ച് വാതിലുകൾ അടച്ചപ്പോൾ ആ വാതിൽ തുറന്ന് അംബേദ്കറെ അകത്ത് പ്രവേശിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. അത് ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, അതും സമ്മതിക്കുന്നു. അതെ, അത്രയൊരു പ്രതിഭാശാലിയെ നമുക്ക് കൈവിടാൻ പറ്റില്ല എന്നൊരു അഭിപ്രായം ജിന്ന പറഞ്ഞു എന്നാണ് ജിന്നയുടെ ജീവചരിത്രത്തിൽ പറയുന്നൊരു കാര്യം. അപ്പം ഞാൻ പറയുന്നത് ഇതൊന്നും തർക്കത്തിന് അവകാശമില്ലാത്ത വിധം ഡോക്യുമെൻ്റഡാണ്. അതിനകത്ത് എന്തിനാണ് ഇയാൾ ഇത്ര ആവേശം കാണിക്കുന്നത്? ഇതിന് മറുപടി പറയണം, അവർക്ക് മറുപടിയില്ല, അവരുടെ വാക്കുകൾ മുട്ടിപ്പോയി, ഞാനിതാ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അംബേദ്കർ ഒരു മതവിശ്വാസി അല്ലല്ലോ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളോ വക്താവായിട്ടോ ഒരിക്കലും അംബേദ്കർ സംസാരിച്ചില്ല. അങ്ങനെ ആരും പിന്നെ അംബേദ്കർക്ക് ബുദ്ധമതത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അംബേദ്കർ ഒരിക്കലും മതവിരുദ്ധനായ ഒരാളല്ല. അംബേദ്കർ മതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും വിമോചനത്തിന് പര്യാപ്തമല്ലാത്ത എല്ലാ മതങ്ങളും കാപഢ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ആ, അപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ സ്റ്റേറ്റ്മെന്റ് അല്ല അംബേദ്കർ നടത്തുന്നത്. അംബേദ്കർ ഓരോന്നും എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഓരോന്ന് കാണിച്ചിട്ടാണ് പറയുന്നത്. അതെ, അത്രയും വിശാലമായി ചിന്തിച്ച ഒരാൾ ഇസ്ലാമിനെതിരെ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇദ്ദേഹം ആവശ്യപ്പെട്ടൊരു കാര്യം, അംബേദ്കറൈറ്റുകൾ ഇത് മൂടി വെച്ച് വെറുതെ ഞങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ RSSകാർ. അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യം, പൗരത്വ ഭേദഗതി ബിൽ വന്നപ്പോൾ ഈ അംബേദ്കറൈറ്റുകൾ മുസ്ലിങ്ങളോട് കൊടുക്കുന്നു. എന്താണ് ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യം? നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്നും പീഡിതരായ ഹിന്ദുക്കൾ, ജൈനന്മാർ, ബുദ്ധമതക്കാർ, ഇങ്ങനെ തുടങ്ങിയ ഒരു ലിസ്റ്റുണ്ട്. മുസ്ലിങ്ങൾ ഒഴികെ ഉള്ള എല്ലാ മതക്കാരെയും ഇന്ത്യ സ്വീകരിക്കും, മുസ്ലിങ്ങളെ സ്വീകരിക്കില്ല എന്നിങ്ങനെ അവർ പറയുമ്പോൾ ഇതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. അതായത് അവിടെ ഹിന്ദുക്കൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന് വളരെ വലിയ തെളിവ് ഒരു സാധാരണ ലോക്കലായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാമെന്നുള്ളതല്ലാതെ മാസീവായിട്ട് സ്റ്റേറ്റിൻ്റെ പിന്തുണയോടെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ഒരു കാര്യവും അടുത്ത കാലത്തൊന്നും പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഒന്നും വന്നിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലെ ഈ പറയുന്ന മുസ്ലിം ഭരണാധികാരികൾ അവർ വളരെ ഭീകരമായ ആക്രമണമൊക്കെ നടത്തുക, അവരെല്ലാവരും ആക്രമിക്കും. പ്രധാനമായിട്ടും പ്രധാനമായിട്ടും അതാണ്. അത് തന്നെയാണ്. പക്ഷെ പണിക്കർ ഇവിടെ വളരെ ബോധപൂർവമായിട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ പറഞ്ഞത് മലബാർ ലഹളയിൽ ഉണ്ടായ കലാപത്തെയും ഗുജറാത്ത് കലാപത്തെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഭ്രൂണത്തിനെ കൊന്നതൊന്നും അന്ന് മാത്രമല്ല, ഗുജറാത്തിൽ മാത്രമല്ല എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായ ഒരു ബാലൻസ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് ഈ പണിക്കർ യഥാർത്ഥത്തിൽ ഈ ക്യാപ്സ്യൂൾ സൈസ് സംഗതികൾ വെച്ചിട്ട് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ അവിടെ ഗുജറാത്തിൽ നടന്നതും ഈ പറയുന്ന മലബാറിൽ നടന്നതും തികച്ചും ഭിന്ന സാഹചര്യങ്ങളിലും ഭിന്നമായ കാര്യങ്ങളുമാണ് നടന്നത്. ഇവിടെ ഒരു നൂറ്റാണ്ടോളം നീണ്ടു നിന്ന നിരവധി അസ്വസ്ഥതകളിൽ നിന്നും രൂപപ്പെട്ട ഒരു കലാപമാണ് 1921 അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത്. ഗുജറാത്തിൽ വളരെ കോൺഷ്യസ് ആയിട്ട് ആസൂത്രിതമായി സ്റ്റേറ്റിന്റെ പിന്തുണയോടെ ട്രെയിനിങ് കൊടുത്ത് നടത്തിയെടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് അവിടെയും സ്ത്രീകളെ കൊന്നിട്ടുണ്ട്, ഇവിടെയും സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനെ രണ്ടിനെയും ന്യായീകരിക്കുന്ന ഒരു കാര്യം അയാളെപ്പോലെ ഒരു RSSകാരൻ്റെ ബുദ്ധിയാണ് അതൊക്കെ കേട്ടോ. ഞാനതേ പറയത്തുള്ളൂ. ഇയാൾ എന്ത് തന്നെയായാലും നമുക്ക് പ്രശ്നമില്ല, പക്ഷെ അതൊരു സംഗീത ബുദ്ധിയാണത്. അപ്പോൾ അംബേദ്കറൈറ്റുകൾ ഈ മുസ്ലിം വിരുദ്ധതയെ കാര്യമായി എടുക്കാതെ മുസ്ലിങ്ങളുടെ കൂടെ പോകും. ഒരു കാര്യം കൂടി അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ വേറൊരു കാര്യമാണ് അവിടെ പറഞ്ഞത്, ആ വീഡിയോ കാണുന്നവർക്കറിയാം. ഞാൻ വേറൊരു കാര്യമാണ് പറഞ്ഞത്. ഞാനതിലൊന്നും പ്രകോപിതനാകാൻ പോയില്ല. ശ്യാമും വേറൊരു കാര്യം, അദ്ദേഹവും പ്രകോപിതനൊന്നും ആയില്ല.
ഞങ്ങൾ മിണ്ടാതിരുന്നത് ഞങ്ങൾക്ക് ഉത്തരവില്ലാത്തത് കൊണ്ടാണെന്ന് കേരളത്തിൽ വ്യാപകമായി സംഘികൾ പ്രചരിപ്പിച്ചു. ഞാൻ രാജഗോപാലിനൊരു കാര്യം ചെയ്തു. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ കാരണം ഞാനും ശ്യാംകുമാറും വയലൻ്റ് ആവുകയും ഈ പണിക്കരെന്ന് പറയുന്ന പണിക്കർ അദ്ദേഹം മിണ്ടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ആധികാരികത, അവൻ്റെ സംയമനം, അവൻ്റെ മൗലികത കേരളം ആഘോഷിക്കുമായിരുന്നു. നമ്മൾ മിണ്ടാതിരുന്നാലും നമ്മൾ അതെ അതെ. അപ്പം ഇത് ഞങ്ങളാ ചെയ്യുന്നില്ല. ആ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ വേറൊരു വിഷയം പറഞ്ഞ് ബഹളമുണ്ടാക്കുക ആയിരുന്നുവെങ്കിൽ ഇയാൾ ആങ്കറോട് ചൂടാകുന്നു, ഓഡിയൻസിനോട് ചൂടാകുന്നു, സംഘാടകരായ മനോരമയോട് ചൂടാകുന്നു, എന്നെയും ശ്യാംകുമാറിനെയും വേദിയിലിരുത്തി അധിക്ഷേപിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളൊന്നും പറയാൻ പോയി. അപ്പോൾ ഞാൻ പറയുന്നത് എന്നിട്ട് ഞങ്ങളെന്തോ ഉത്തരം മുട്ടിയതുകൊണ്ട് മിണ്ടാതിരുന്നെന്നാണ് പ്രചരിപ്പിച്ചത്. അതിന് വലിയ സ്വീകാര്യത കിട്ടും. ഇത് യഥാർത്ഥത്തിൽ സ്റ്റേജിൽ പരാജയപ്പെട്ട് ഇളിഭ്യനായി ഇറങ്ങി വന്ന പണിക്കരുടെ വെട്ടുകിളിക്കൂട്ടങ്ങൾ എടുത്ത വീഡിയോയാണ്, അവിടെ വെച്ചെടുത്ത വീഡിയോയാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അതാ ഞാൻ ജയിച്ചിരിക്കുന്നു സിനിമയിൽ ഇപ്പോൾ കാവിലെ പാട്ടിൽ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇത്തരം ഒരു സന്ദർഭത്തെ ഇവർ ഭയപ്പെടുന്നുണ്ട്. ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരോട് മുഖാമുഖം നിൽക്കുന്ന ഇന്ത്യക്കകത്ത് ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ പോലും BJPക്ക് ഭയമില്ല. ഇന്ത്യയിലെ അമ്പക്കറൈറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തെ അവർക്ക് ഭയമുണ്ട്. അത് ഒരു ഉദാഹരണം ഞാൻ ഭയം ഉണ്ടെന്ന് പറയുന്നത് 2 മാസത്തിന് മുൻപ്, അതെ ഒക്ടോബർ മാസത്തിൽ ദളിത് യൂത്തിൻ്റെ ഒരു മാർച്ച് RSSൻ്റെ കേന്ദ്ര ഓഫീസിലേക്ക് നടന്നു. 10,000 യൂത്ത് പങ്കെടുത്ത വലിയൊരു മാർച്ചാണ്. അപ്പം അതിന് നേതൃത്വം കൊടുത്തത് അംബേദ്കറിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. അവർ കുറച്ച് ഡോക്യുമെൻ്റുമായിട്ടാണ് മാർച്ചാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ നേതാക്കൾ ആരുമില്ല എന്ന പോലീസ് മൊത്തം വളഞ്ഞിരിക്കുന്നു, അവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു ഞങ്ങൾ കുറേ സാധനങ്ങൾ അവരെ ഏൽപ്പിക്കാമെന്നാണ്. അത് എന്താ സാധനങ്ങൾ? അപ്പോൾ ആദ്യം ഒരു പേപ്പർ കൊടുക്കും. ഇന്ത്യക്കകത്ത് ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അത് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിയമം. അത് ചിലപ്പോൾ ഈ RSSകാർക്ക് അറിയത്തില്ലായിരിക്കും. കാരണം RSS പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം, അതിനുള്ള ഫോമായിട്ട് അത് പുള്ളിക്കൊന്ന് കൊടുത്തായിരുന്നു. രണ്ടാമത് ഭരണഘടന കത്തിക്കുമെന്നൊക്കെ ഇവരുടെ അനുയായികൾ ഇന്ത്യ മുഴുവൻ പ്രസംഗിച്ച് നടത്തുന്നു. ഒരുപക്ഷെ ഭരണഘടന വായിക്കാത്തതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയും. ഇത് ഭരണഘടനയുടെ കോപ്പിയാണ്, അത് അവരോടൊന്ന് വായിച്ച് പഠിക്കാമെന്ന്. ഇങ്ങനെ ഇത്രയും കാരണം ചെയ്തിട്ട് അവരവിടെ നിന്ന് സമാധാനപരമായി തിരിച്ചു പോകും. RSSകാരെന്തുകൊണ്ടാണ് ഇവരെ ആക്രമിക്കാതിരുന്നത്? ഒരു വലിയ തല്ലുകാരാണ്, എല്ലാവരും അങ്ങ് ടെർമിനേറ്റ് ചെയ്യും, കൊല്ലും എന്നൊക്കെ. ഇവരെന്നെ അതല്ലായിരുന്നു. ഒന്നുള്ളിൽ പോയി നോക്കില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതിനുള്ള ധൈര്യം അവർക്കില്ല. ആ ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടാൽ അത് ഇന്ത്യയുടെ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും തല്ലും കൊല്ലും വിഴുങ്ങും എന്നൊക്കെ വെറുതെ റെട്ടറിക്കായി പറയുന്നതല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ മുഖാമുഖം നിൽക്കാൻ കഴിയുന്ന ഒരു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഞാൻ വിചാരിക്കുന്നത് ഞാനോ ശ്യാമോ ചില പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നവരെന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വലിയ പാർട്ടിയുടെയോ സംഭവത്തിന് ഒരു പിന്തുണയുള്ള ഒരാൾക്കാരല്ല, വലിയ സംഘടനയുടെയും പിന്തുണയില്ല. അപ്പം ഞങ്ങളെ പരാജയപ്പെടുത്തി എന്നത് ഇത്രയും വലിയൊരു ആഘോഷമാക്കി മാറ്റത്തിൻ്റെ പിന്നിൽ തന്നെ അംബേദ്കറൈറ്റുകളെ ഞങ്ങൾ ഉത്തരം മുട്ടിച്ചിരിക്കുന്നു എന്നാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ആക്സസ് ഉണ്ട്, പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്വീകാര്യതയുടെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ശ്യാംകുമാറിനൊക്കെ ഉണ്ടായിരിക്കുന്ന പുതിയ സ്പേസാണ്, സാറിന് നേരത്തെ തൊട്ടുള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു, അതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്ന ഒരു പുതിയ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മളങ്ങനെ ബേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അംബേദ്കറുടെ ഡെമോക്രാറ്റിക് ഇഷ്യൂസിനെയും അനിലേഷൻ കാസ്റ്റിനെയും മറ്റു വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അത്തരം വിഷയങ്ങൾ ഇയാൾ മിണ്ടുന്നില്ലല്ലോ. ഇല്ല, അല്ല, അത് അവരുടെ അജണ്ട ഇരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു അന്ധവിശ്വാസമാണ് പറയുന്നത്, അങ്ങനെ വിശ്വാസം പോലുമല്ല.
ഒരുതരം അന്ധവിശ്വാസമാണ് പറയുന്നത്. അദ്ദേഹം നമ്മൾ എന്ത് മറുപടി കൊടുത്താലും അതനുസരിച്ച് തിരുത്തുന്ന ഒരാളല്ല, ഒരു സംഖ്യയും തിരുത്തുന്ന ഒരാളല്ല. പിന്നെ അദ്ദേഹത്തെ നമുക്ക് മറുപടി പറയാം. അതാണ് ഞാൻ ആദ്യം എന്നെ വിളിച്ചപ്പോൾ മറുപടിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇത് ജനങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞ തുടങ്ങിയത് നമുക്ക് ഇവിടെ അതായത് അംബേദ്കർ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ആണെന്നും അംബേദ്കർ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും മാത്രമല്ല പറഞ്ഞിരിക്കുന്നതെന്നും ഒരു ജനാധിപത്യ രാഷ്ട്രം എങ്ങനെയായിരിക്കണം വർക്കൗട്ട് ചെയ്യേണ്ടതെന്നും അതിലെ ഓരോ ജനതയ്ക്കും കിട്ടേണ്ട റൈറ്റ്സ് എന്താണെന്നും ആ ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്ന് പറയുന്ന ഭരണഘടനയുടെ ഡിക്ലെയർഡ് പോളിസി എങ്ങനെയാണ് സമൂഹത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്നും തുടങ്ങിയിട്ടുള്ള ധാരാളമായ പൊളിറ്റിക്കൽ തോട്ട് അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഹിന്ദുമതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുമത തത്വശാസ്ത്രത്തെ, ഭഗവത്ഗീതയൊക്കെ മുമ്പേ പറഞ്ഞതുപോലെ അതിൽ മനുഷ്യത്വമില്ല, മാനവികതയില്ല എന്നതുകൊണ്ടാണ് അതിന് ഗാന്ധിയോടും നേരിട്ട് എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ തോട്ടിനെ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ പണിക്കർ ഒക്കെയുള്ള ആളുകൾ, അടക്കമുള്ള ആളുകൾ വളരെ ബോധപൂർവമായിട്ട് ഇങ്ങനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതല്ലേ ശരി? അതിനൊരു ദീർഘമായ ചരിത്രമുണ്ട്. അംബേദ്കർ ജീവിച്ചിരിക്കുന്ന കാലം മുതൽ തന്നെ ഈ അംബേദ്കറുടെ ചിന്തകൾ ഒരു സെക്ടേറിയനാണ്, അത് ഒരു വിഭാഗത്തെ കേന്ദ്രീകരിച്ച് മാത്രമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ 1920 മുതൽ തന്നെ നമുക്ക് കാണാം. ഉണ്ട്. ഈ 1920 തന്നെ അതെ. അപ്പോൾ ഇത് അംബേദ്കറുടെ ചിന്തകൾ ഏകപക്ഷീയമാണെന്ന് അവർക്ക് തോന്നുന്നതിൻ്റെ ഒരു കാരണം, അംബേദ്കർ ഇന്ത്യയെ അടുത്തറിഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്ന സമൂഹം നിർമ്മിതമായിരിക്കുന്നത് വ്യത്യസ്തമായ ജാതി സമൂഹങ്ങളാലാണ്. അത് ഒരു ഗ്രേഡഡ് ഇനീക്വാളിറ്റി, മേൽക്കീഴ് ബന്ധത്തിലാണ്. ഇത് ഈക്വൽ ബന്ധമല്ല, ഒരു മേൽക്കീഴ് ബന്ധമാണ്. ഈ മേൽക്കീഴ് ബന്ധത്തെ നമുക്ക് അഴിച്ചെടുക്കാതെ ഇന്ത്യക്കകത്ത് സമത്വമോ നീതിയോ ഉണ്ടാവില്ല എന്ന അടിസ്ഥാനപരമായ സങ്കല്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷം അസ്പൃശ്യത പോലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. അതെ, അൺടച്ചബിലിറ്റി. അസ്പൃശ്യത മാത്രം മാറ്റുകയും ജാതിയെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് മഹാത്മാഗാന്ധി. ഗാന്ധിയുടെ അംബേദ്കർ പറയുന്നത് അസ്പൃശ്യത എന്നത് ജാതി സിസ്റ്റത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, മാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക മാത്രമല്ല, ഇന്ത്യക്കകത്ത് 1916 ശേഷം 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്ന നീണ്ട 34 വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഒന്ന് ഈ സൗത്ത് ബോറോ കമ്മീഷൻ വരുന്നു. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് വരുന്നു. ആദ്യത്തെ ഇന്ത്യ ആക്ട് എന്ന് വിളിക്കാവുന്ന അതിൻ്റെ ചെറുരൂപം വരുന്നു. സൈമൺ കമ്മീഷൻ വരുന്നു. മൊട്ടമേ സമ്മേളനം നടക്കുന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നടക്കുന്നു. 1938 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനുശേഷം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാകുന്നു. ഭരണഘടനാ അസംബ്ലി ഉണ്ടാകുന്നു. അതിൻ്റെ ഭരണഘടനാ ഡ്രാഫ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുക്കുന്നു. ആദ്യത്തെ നിയമമന്ത്രിയാകുന്നു. ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 16 മുതൽ 50 വരെ ഉള്ള ഒരു രാഷ്ട്രത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന നിർണായക സംഭവങ്ങളിൽ ക്രിയേറ്റീവായി ഇടപെട്ട മറ്റൊരു മനുഷ്യൻ ഇന്ത്യ ചരിത്രത്തിലില്ല. ആ വില കൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതാണ് അംബേദ്കർ ചിന്തകളെ അത് ദളിതർക്ക് വേണ്ടി പറഞ്ഞ എന്തോ കാര്യമാണ് എന്ന് സംവരണവാദിയായിട്ട് സംവരണവും ജാതി പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അതിനെ ഒതുക്കുക എന്നുള്ളത് ഗാന്ധിജിയെ ഒതുക്കി നെഹ്റുവിനെ ഒതുക്കുന്ന അതിന്റെ സംഘപരിവാരത്തെ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അംബേദ്കറെ ഒതുക്കാനുള്ള ശ്രമം. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഈ സംഘപരിവാർ എന്നുള്ള 1925 ഉണ്ടായതല്ലല്ലോ, അതിനു മുമ്പേ ഉള്ളതാണ്. അപ്പോൾ അവർ ഇത് വളരെ സംഘടിതമായ ശക്തിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തും അവരുടെ ശക്തി അത്ര ചെറുതൊന്നും ആയിരുന്നില്ല. അപ്പം അത്തരം ശക്തികൾ, അത്തരം ഇൻ്റലക്ച്വൽസ് ഡോക്ടർ BR അംബേദ്കർക്കെതിരെ എല്ലാ ഘട്ടത്തിലും പ്രതിരോധം ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിന് അംബേദ്കറിൻ്റെ രണ്ടാമതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറുതെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായൊരു നിലപാട് മനുഷ്യൻ്റെ അവകാശങ്ങൾ അത് നിയമമായി നിലനിർത്തണം, നിയമമാക്കി മാറ്റണം, എങ്കിൽ മാത്രമേ നിലകൊള്ളൂ, അല്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിലനിന്നിട്ട് ഇവിടെ കാര്യമില്ല. അതെ, ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ അത് നിയമം കൂടി അല്ലെങ്കിൽ അപ്പോൾ തുടക്കം മുതൽ നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് എല്ലാ ഘട്ടത്തിലും. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ബാക്കിയുള്ളവരിൽ നിന്ന് തികച്ചും ഭിന്നമായ അത് പാർലമെന്ററി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചർച്ചകളിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത് മനസ്സിലായതുകൊണ്ടല്ല, അതെ, ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണല്ലോ അത് വാദിക്കുന്നത്. അതെ, അപ്പോൾ ഇത് മറ്റ് ബാക്കിയുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ സൈമൺ കമ്മീഷൻ തോന്നുന്നുള്ള വട്ടമേശ സമ്മേളനത്തിൽ ഏറ്റവും കീറാമുട്ടിയായിട്ട് നിന്നത് സാമുദായിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന കാര്യം. അങ്ങനെ പല വിഷയങ്ങൾ. അതിനകത്ത് 9 സബ് കമ്മിറ്റികളുണ്ട്. അതിനകത്ത് 8 എണ്ണത്തിലും ഡോക്ടർ BR അംബേദ്കർ മെമ്പറാണ്. അതിൻ്റെ കാരണം അദ്ദേഹം അപേക്ഷ കൊടുത്ത് മെമ്പറാകുന്നതല്ല, ആ കമ്മിറ്റിയിലുള്ള ബാക്കിയുള്ളവർ ആവശ്യപ്പെടുന്നതാണ് അംബേദ്കർ കൂടി ഇതിൽ മെമ്പറാക്കണം. അന്നേരം ഇത്തരം കാര്യത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംബന്ധിച്ച കാര്യത്തിൽ, അവകാശത്തെ സംബന്ധിച്ച കാര്യത്തിൽ, നിയമനിർമ്മാണത്തെ സംബന്ധിച്ച കാര്യത്തിൽ ഈ പ്രതിനിധികളിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി അംബേദ്കറായിരുന്നു. ആണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ സാമുദായിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന അതിന് അദ്ദേഹം ഒരു ഉത്തരം കണ്ടുപിടിക്കും. അദ്ദേഹം 1938 ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പറാണ്. അന്ന് അദ്ദേഹം പറയുന്നൊരു വാക്യം, ഐ ആം നോട്ട് എ പാർട്ട് ഓഫ് ദിസ് ഹോൾ ബട്ട് എ പാർട്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ വെറും ഭാഗമല്ല, ഞാൻ വേറിട്ട ഭാഗമാണ്, ഇതാ പറയുന്നത്. അപ്പോൾ ഈ വേറിട്ട ഭാഗമെന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു മുഖ്യ ശരീരത്തിനകത്ത് നിന്നും വേർപെട്ട് നിൽക്കുന്ന ഘടകങ്ങൾ എല്ലാ സമൂഹത്തിലുണ്ടെന്നും ആ വേർപെട്ട് നിൽക്കുന്ന ഘടകങ്ങളെ ഒരു രാഷ്ട്രത്തിലേക്ക് എങ്ങനെ തിരിച്ച് അക്കോമഡേറ്റ് ചെയ്യാം, അതിനെന്തെല്ലാം തരത്തിലുള്ള പ്രിക്കോഷൻസാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച ആലോചനകൾ അംബേദ്കറുടെ രാഷ്ട്രീയ ചിന്തയുടെ ഒരു അണ്ടർ കറണ്ടായി വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സംവരണം, ന്യൂനപക്ഷ അവകാശം, കുട്ടികളുടെ അവകാശം. ഗാന്ധിജിയോട് തുറന്ന് പറയുന്നുണ്ടല്ലോ, ദേശത്തിനാണെന്ന് നമ്മൾ ഞങ്ങൾക്കെവിടെയാ ദേശം, അതെ അതെ. അപ്പം അങ്ങനെ ഗാന്ധിയുമായി ആദ്യം കണ്ടുമുട്ടുമ്പോൾ ഗാന്ധിയായിട്ട് അങ്ങനെ കൺഫറന്റ് ചെയ്തിട്ടുള്ള ഒരു നേതാവ് ഒരു പക്ഷേ അംബേദ്കറിലെ വേറെ ആരും കാണില്ല. കാരണം ഗാന്ധി ഒരു വലിയ ദൈവിക പരിവേഷത്തിൽ നിർത്തുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അംബേദ്കർ പറയുന്നുണ്ട്, രാജ്യസ്നേഹത്തെക്കുറിച്ച് ഗാന്ധി പറയുന്ന സമയത്താണ്, ഞങ്ങളെ പുഴുക്കളെപ്പോലെ കാണുന്ന ഇന്ത്യ ഞങ്ങളുടേതാണെന്ന് ഞങ്ങളെങ്ങനെ കരുതുക എന്ന് വേറിട്ട് നിൽക്കുന്ന ഡോക്ടർ BR അംബേദ്കറാണ് ഈ ഇന്ത്യൻ ഭരണഘടന എഴുതുന്നതിന് നിയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവരെ എങ്ങനെ ഇന്ത്യ നേരിടുന്ന പ്രശ്നം മാത്രമാണ്, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും നേരിടുന്ന, ആധുനിക ദേശരാഷ്ട്രം നേരിടുന്ന മൗലികമായൊരു പ്രശ്നമാണ് എല്ലാ വിഭാഗങ്ങളെയും അതിന് ഉൾക്കൊള്ളാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ വൈവിധ്യങ്ങളും നിറഞ്ഞ മതങ്ങളും ജാതികളും ഉപജാതികളും ദേശീയതകളും ന്യൂനപക്ഷം, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇതിന്റെ എല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം, തികച്ചും അത്ഭുതമാണ്, അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ ഭരണഘടനാ ചരിത്രകാരന്മാർ പറയുന്നൊരു കാര്യം, അമേരിക്കൻ ഭരണഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ വിപ്ലവം ഇന്ത്യൻ ഭരണഘടനയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്താകണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ തന്നെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ചെറിയൊരു കാര്യം. ഇതിനെ എല്ലാം കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യം. ഇങ്ങനെയുള്ള ഇല്ലായിരുന്നെങ്കിലോ? അതെ. അല്ല, 1930 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന് ശേഷം മോട്ടിലാൽ നെഹ്റു എഴുതുന്ന ഭരണഘടനയുടെ ഒരു ചെറിയൊരു ഡ്രാഫ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ഇന്ത്യൻ ഭരണഘടനയായി മാറിയതെങ്കിൽ ഇന്ത്യ കാണില്ല. എലൈറ്റ് ക്ലാസ് നയിക്കുന്ന ഒരു രാഷ്ട്രം എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം,
ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വളരെ ഡീപ്പ് ലെവലിലുള്ള ഈ ഒരു സങ്കല്പനങ്ങളാണ് ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഘടനയിലേക്ക് കൊണ്ടുവന്നത്. അതിന് ഇന്ത്യക്കാർ കടപ്പെട്ടിരിക്കുന്ന ദാർശനികൻ ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. രണ്ടാമതൊരു പ്രധാന കാര്യം, നമ്മളൊരാളെ നമ്മൾ പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ആ മനുഷ്യൻ, ആ ചിന്തകൻ വാട്ട് ഷുഡ് ബി എ സ്റ്റേറ്റ് എന്നതിന് ഉത്തരം പറയുമ്പോൾ മറ്റുള്ളവർ പറയാത്തൊരു ഉത്തരം പറയുമ്പോഴാണ് മൗലികതയുള്ളൊരു ചിന്തകനായിട്ട്. നമുക്കറിയാം മാർക്സ്, രാജഗോപാൽ വർഷങ്ങളായിട്ട് ഈ മാർക്സിസവുമായിട്ട് ഒരു ദർശനം എന്ന നിലയിൽ അടുത്ത് പഠിക്കുന്ന ഒരാൾ, പ്രചാരണത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അതിനകത്ത് ലെനിൻ ഭരണകൂടത്തെ നിർവചിക്കുന്നുണ്ടല്ലോ, ഭരണകൂടം വിപ്ലവം എന്നുള്ള പുസ്തകത്തിൽ. അപ്പോൾ അതിനകത്ത് നിലനിൽക്കുന്ന സമ്പദ്ഘടനയ്ക്കകത്ത് ബൂർഷ്വാസിയുടെ കയ്യിൽ തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താനുള്ള ഒരു ഉപകരണം എന്ന നിലക്കാണ് സ്റ്റേറ്റിനെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ആ സ്റ്റേറ്റിനെ നമ്മൾ പിടിച്ചെടുത്തിട്ട് കാര്യമില്ല. അതിനെ അത് തകർത്തിട്ട് നമ്മുടേതായ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ ഹെഗലിൻ്റെ തിയറിക്കകത്ത്, അത് പൊളിറ്റിക്കലി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ അദ്ദേഹം പറഞ്ഞ അബ്സല്യൂട്ട് ഐഡിയ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ തിയറി ഒരു സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് അൺക്വസ്റ്റ്യനബിളായ ഒരു അതോറിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ഭാവന ഇതിനകത്ത്. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റേറ്റിനെ കാണുന്നത്, അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് സുശക്തമായൊരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം. അതിൻ്റെ അഭാവത്തിൽ സമൂഹത്തിലെ പ്രബലൻ സമൂഹത്തിലെ ദുർബലനെ അടിച്ചമർത്തപ്പെടും. സമൂഹത്തിലെ പ്രബലൻ ഏത് കാരണത്താലാണ് എന്നത് അതിനകത്ത് ബാധകമായ കാര്യമല്ല. സമൂഹത്തിലെ ദുർബലനായിരിക്കുന്നത് എന്തിൻ്റെ കാരണമാണെന്നുള്ളതും ബാധകമല്ല. സമൂഹത്തിൽ ദുർബലനും പ്രബലനും ഉണ്ടാകും, എല്ലാ കാലത്തും ഉണ്ടാകും. കാരണങ്ങൾ പലതാണെന്നുള്ളത് പറയാം, എങ്ങനെ വേണമെങ്കിലും വരാം. ആ ദുർബലൻ്റെയും പ്രബലൻ്റെയും ഇടയിൽ നീതി വിതരണം ചെയ്യുന്ന ഈ സ്റ്റേറ്റ് ഇല്ലെങ്കിൽ പ്രബലൻ ദുർബലനെ അടിച്ചമർത്തും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിനിടയിൽ നീതി ഉറപ്പാക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് സ്റ്റേറ്റിനെ അദ്ദേഹം കാണുന്നത്. ഇതാണ് ഒരേ സമയം ഈ പറഞ്ഞ സാമ്പത്തിക ശക്തികളെയും ഒരേ സമയം പുറത്താക്കപ്പെട്ടവനെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂട സങ്കല്പം അംബേദ്കർക്കുണ്ട്. ഇത് അതുകൊണ്ടാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ഫിലോസഫറാണെന്നുള്ള വാദം ഞാൻ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ കുറേ ചിന്തകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ തത്വചിന്തകനാണോ എന്നൊക്കെ സംശയിക്കുന്നവരോടുള്ള മറുപടി അത് മനസ്സിലായില്ലേ. അദ്ദേഹം പൊളിറ്റിക്കൽ ഫിലോസഫറാണ് സംശയരഹിതമായി. കാരണം ഇത്തരമൊരു ഐഡിയ, അതായത് സമൂഹത്തിലെ പ്രബലൻ്റെയും ദുർബലൻ്റെയും ഇടയിൽ നീതി വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് എന്നൊരു സങ്കല്പം മറ്റാരും മുന്നോട്ട് വെച്ചു. ഗാന്ധിക്കും ഒരു സ്റ്റേറ്റ് സങ്കല്പം ഉണ്ടായിരുന്നു. അത് ഇൻഡിപെൻഡന്റ് ഗ്രാമങ്ങളിലൂടെ, പറയുന്നതെല്ലാം യഥാർത്ഥത്തിൽ ഒരു എക്സെൻട്രിക് ഐഡിയാസാണ്. അത് പ്രായോഗികമൊന്നുമല്ല പുതിയ കാലത്ത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യ സ്വതന്ത്രമായാൽ താങ്കൾ എങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തെയാണ് ഭാവന ചെയ്യുന്നതെന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഏറ്റവും ചെറിയ സൈന്യം ലോകത്ത് എൻ്റെ സൈന്യമായിരിക്കും. സൈന്യത്തിന് ആവശ്യമില്ല നമുക്ക് പറയാം. ഏറ്റവും ചെറിയ ഭരണഘടന ഞാൻ ഉണ്ടാക്കും. അപ്പം മനുഷ്യൻ അവൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്തൊക്കെ റൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഗാന്ധിയും ചിന്തിക്കാത്തില്ലല്ലോ. അവകാശമില്ല, നമുക്ക് ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമുള്ളൂ. അപ്പോൾ അത് കാസ്റ്റിൽ നിന്ന് വരുന്നൊരു ഐഡിയ. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ഞാനെൻ്റെ ഡ്യൂട്ടി ചെയ്ത് വേറെ ഒന്നിലും ഇടപെടാതെ ഞാനങ്ങനെ ജീവിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നാ തല്ലുകൊള്ളുന്നു തിരിച്ച് ചോദിക്കുക, എന്തിനാണ് തല്ലിയെന്ന് ചോദിക്കാതിരുന്നാൽ മതി, സമാധാനമായിട്ട് ജീവിക്കാമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സങ്കല്പം അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഒരു രാഷ്ട്രം എന്തായിരിക്കണമെന്ന് ഇന്ത്യക്കാരോട് പറയുകയും അതിൻ്റെ ഒരു പ്രാഗ്രൂപത്തിന് നിർമ്മിതിയിൽ നിർണായകമായി ഇടപെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഭ കടന്നു ചെല്ലാത്ത മേഖലകളും വളരെ കുറവാണ്.
ഇത് നമ്മുടെ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ഐഡിയ തന്നെ എന്ന് പറഞ്ഞാൽ മാക്രോ എക്കണോമിക്സിൽ നമ്മുടെ ദേശരാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെ സംബന്ധിച്ച ആലോചനയില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഘടനയുടെ ഒരു നിയന്ത്രണം, സ്റ്റേറ്റ് നിയന്ത്രണത്തിൻ്റെ ഒരു ഉപാധി. ഈ ആശയം തന്നെ എടുത്തത് ഡോക്ടർ BR അംബേദ്കറിൽ നിന്നാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മളിത് വെറുതെ അവകാശവാദം ഉന്നയിക്കുന്നൊന്നുമല്ല. 1944 വൈസ്രോയുടെ കൗൺസിലിൽ ലേബർ മെമ്പറായിരിക്കുന്ന സമയത്താണ് ഈ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ വ്യത്യസ്തമായ അവകാശങ്ങളെക്കുറിച്ചുള്ള വളരെ ദീർഘമായ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് പ്രസവാവധി എന്ന് പറയുന്നതടക്കം അന്നേ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. തുല്യ വേതനം യഥാർത്ഥ ഇന്ത്യൻ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന പല നിയമപരമായ പ്രൊട്ടക്ഷൻ്റെയും ആദ്യ രൂപം എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ എഴുതി തയ്യാറാക്കിയ സംഗതികളാണ്. ഇപ്പോൾ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ലേബർ നിയമങ്ങൾ തിരിച്ചെഴുതി. ആ നിയമങ്ങൾ മിക്കവാറും അന്ന് രൂപപ്പെട്ട നിയമങ്ങളാണ്. അപ്പോൾ ഇത് തൊഴിലാളികളുടെ അവകാശത്തെ സംബന്ധിച്ച്, ന്യൂനപക്ഷത്തിൻ്റെ അവകാശത്തെ സംബന്ധിച്ച്, സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ച്, ദലിതരുടെ ആദിവാസികളുടെ അവകാശത്തെ സംബന്ധിച്ച്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനകത്ത് നമുക്ക് വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളതാണ് അംബേദ്കറിൻ്റെ തിയറി. നമ്മൾ വ്യത്യസ്തരാണെങ്കിൽ ആ വ്യത്യസ്തത രാഷ്ട്രീയമായി അംഗീകരിക്കുക എന്നാണ് അംബേദ്കർ പറയുന്നത്. രാഷ്ട്രീയമായി നമ്മൾ അംഗീകരിക്കണം. നമ്മൾ സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ രാഷ്ട്രീയമായി നമ്മളത് അംഗീകരിക്കണം ആദ്യം. എന്നിട്ട് നിങ്ങൾക്ക് തരുന്ന ട്രീറ്റ്മെൻറ്റ് എനിക്ക് തന്നാൽ പോരാ, എനിക്ക് തരുന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നാൽ പോരാ എന്നായി പറയുന്നു. ഈ സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായി വേർതിരിക്കപ്പെടണം എന്ന അംബേദ്കർ വചനത്തെ വളരെ തെറ്റായി മനസ്സിലാക്കിയൊരു സ്ഥലമാണ് കേരളം. കേരളത്തിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത് സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവർ സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയം ഉണ്ടാക്കി, സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞെന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനല്ല അംബേദ്കർ ഉദ്ദേശിക്കുന്നത്. അംബേദ്കർ പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ നോട്ടത്തിൽ രണ്ട് ജനത വ്യത്യസ്തമാണെങ്കിൽ ആ വ്യത്യസ്തതയെ ഫസ്റ്റ് അപ്പോൺ വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. വ്യത്യസ്തരായതുകൊണ്ട് തന്നെ അവർക്ക് വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരു രാഷ്ട്രം രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയമായി സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സാമൂഹികമായി വേർതിരിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ സവിശേഷമായി പരിശോധിച്ച് രാഷ്ട്രം അത് രാഷ്ട്രീയമായി അംഗീകരിച്ച് ഉറപ്പിക്കണമെന്നായി പറയുന്നത്. അതല്ലാതെ അവർ അതുകൊണ്ടാണ് അംബേദ്കർ ഒരിക്കലും ഒരു സെക്ടേറിയൻ പാർട്ടി ഉണ്ടാക്കിയില്ലോ. ഈ പറഞ്ഞ വ്യാഖ്യാനം ശരിയാണെങ്കിൽ അംബേദ്കർ ദളിത് പാർട്ടിയാണ് ഉണ്ടാകേണ്ടത് അല്ലേ? അദ്ദേഹം ലേബർ പാർട്ടിയാണ് ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം വിഭാവന ചെയ്ത രണ്ടാമത്തെ ഇത് രാമനോഹർ ലോഹിയുമായി ചേർന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കത്തിടപാടുകൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡൽഹിക്ക് വരുമ്പോൾ കാണാമെന്ന് രാമനോഹർ ലോഹ്യ ഉറപ്പു പറയുകയും നമുക്ക് സംയുക്തമായി ഒരു രാഷ്ട്രീയ ഉണ്ട്. അന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒട്ടേറെ മഹാരഥന്മാരുമായിട്ട് നേരിട്ടുള്ള സംവാദങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനകത്ത് ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കാൻ ഒരു ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ കത്തുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ കത്തിൽ പറഞ്ഞ് ഞാനിനി ഡൽഹിയിൽ വരുമ്പോൾ നമുക്ക് തമ്മിൽ കാണാമെന്ന് രാമനോഹർ ലോഹ്യ എഴുതുന്നുണ്ട്. അത് ഉദ്ദേശം നമുക്ക് പരസ്പര വിമർശനമുണ്ടെങ്കിലും നമ്മൾ യോജിക്കാവുന്ന മേഖലകളെ കണ്ടെത്തി ഒരു പുതിയൊരു പൊളിറ്റിക്കൽ മുന്നേറ്റം നടത്തണം എന്നൊരാശയം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഒരു പാർട്ടിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു ഭാവന അംബേദ്കർ വികസിപ്പിക്കുന്നത്. അവിടെയും അദ്ദേഹം ദളിത് പാർട്ടിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടത്തെ നയിക്കാനുള്ള പ്രാപ്തിയാണെന്നുള്ളത് അംബേദ്കർക്ക് നല്ല ബോധ്യമാണ്. അംബേദ്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ
സാമൂഹ്യമായി വേർതിരിക്കപ്പെട്ടവരെല്ലാവരും കൂടി ഒരു പാർട്ടി ഉണ്ടാക്കലാണെന്നുള്ള ലളിതമായ യുക്തി. അത് അംബേദ്കർ പറഞ്ഞതിൻ്റെ ശരിയായ ഒരു വ്യാഖ്യാനമല്ലത്. അതുകൊണ്ടാണ് നിരന്തരം ഇവർ പരാജയപ്പെടുന്നത്. ആണ് അത് സംഭവം. ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അംബേദ്കർ എന്തുകൊണ്ടാണ് ബുദ്ധമതത്തിലേക്ക് പോകുന്ന ഒരു തർക്ക വിഷയമായിട്ട് വന്നിട്ടുണ്ട്? എന്തുകൊണ്ടാണ് അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് 1936 അദ്ദേഹം ഈ മതം മാറ്റത്തെ വളരെ സീരിയസ് ആയി ഒരു സംഭവമായി കാണും. അതിനു മുൻപ് അദ്ദേഹം നടത്തിയ സാമൂഹിക ഇടപെടലുകളുടെ ഒരു ലക്ഷ്യം ഒരു വിദൂര ലക്ഷ്യമെന്ന നിലക്കെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്തൊരു പരിഷ്കരണം സാധ്യമാണ് എന്നാണ്. ഹിന്ദു മതത്തിനകത്തൊരു പരിഷ്കരണം സാധ്യമാണ്. ഇവരുടെ റൈറ്റുകൾ ഇതിനകത്ത് തന്നെ അക്സെപ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള സങ്കല്പത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹം പരിപൂർണമായ കാര്യത്തിൽ നിരാശപ്പെടുകയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം ഗാന്ധിയുടെ ഇടപെടലുകളിൽ കൂടി വന്നതോടെ 32 യർവാദ ജയിലിലെ നിരാഹാരമൊക്കെ അതെല്ലാം വന്നതോടെ അത് ഏതാണ്ട് പൂർണ്ണമായി ആ നിരാശ അദ്ദേഹത്തിന് പൂർണ്ണം. ഇതൊരിക്കലും പരിഷ്കരണ യോഗ്യമല്ല എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തുന്നുണ്ട്. അത് അദ്ദേഹം പ്രസിദ്ധമായ ഇയോള പ്രസംഗത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ ഹിന്ദുവായി ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ല എന്നൊരു ലളിതമായൊരു ട്രാൻസ്ലേഷൻ കിടപ്പുണ്ട്. ഇങ്ങനല്ലത്. ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം അതാണ്. നമ്മൾ കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല, നമ്മളത് തേടി പോകാറില്ല. പക്ഷെ ഞാൻ ഈ പണ്ഡിതന്മാരിൽ എനിക്കൊരു വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതെപ്പോഴും പ്രത്യേകമായി നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ അന്നത്തെ, അതായത് അദ്ദേഹം ഒരു ഓഗസ്റ്റ് 13 മറ്റെയാണ് ഇയോള പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ പത്രവാർത്ത 20-ാം തീയതി ഒരു മറാത്ത പത്രത്തിലാണ് വരുന്നത്. അതിനുശേഷമാണത് ഇംഗ്ലീഷ് പത്രത്തിൽ വരുന്നത്. ഈ മറാത്ത പത്രത്തിലേതാണ് കുറച്ചുകൂടി വിശ്വസനീയമായത്. ഇയോള എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണൊന്നും ആയിരുന്നു. നാഗ്പൂരിൽ നിന്ന് 10-30 കിലോമീറ്റർ അകലെയുള്ള ചെറിയൊരു പട്ടണം. വലിയൊരാൾക്കൂട്ടത്തോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് എൻ്റെ സമ്മതമില്ലാതെയാണ് ഞാൻ ഹിന്ദുവായി ജനിച്ചിട്ടുള്ളത്, ഹിന്ദു മതത്തിലേക്ക് എന്നെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഡീജനറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പരിശ്രമിച്ചു. അത് കഴിയില്ല എന്നെനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ സ്വയം ഹിന്ദു എന്ന് വിളിക്കുന്ന ഒരാളായി ഞാൻ മരിക്കില്ല എന്നാണ് പറഞ്ഞത്. സ്വയം ഹിന്ദു എന്ന് വിളിക്കുന്ന ഒരാളായി ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു സോഷ്യൽ ഓർഡറിലേക്ക് ഈ ദളിതരെ വളരെ ബോധപൂർവമായി തിരികെ കയറ്റിയതാണെന്നും അവരതിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ടെന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അപ്പോൾ ഹിന്ദുവായി ജനിച്ചു, ഞാൻ ഹിന്ദുവായി മരിക്കില്ല, അങ്ങനെയല്ല. എവിടെയെങ്കിലും പോയി ഞാൻ അഭയം പ്രാപിക്കുന്നു എന്നും അതിനർത്ഥമില്ല. അപ്പോൾ അങ്ങനെ വളരെ സൂക്ഷ്മ രൂപത്തിൽ അദ്ദേഹം ഈ കൺവേർഷൻ്റെ ഈ എവേ ഫ്രം ഹിന്ദുയിസം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ്. എവേ ഫ്രം ഹിന്ദുയിസം. അതിൻ്റെ അന്വേഷണത്തിൽ സിഖ് മതം, ഇസ്ലാം, ക്രിസ്തുമതം ഇങ്ങനെ തുടങ്ങി എല്ലാ മതമേധാവികളുമായി കാണാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് പല ഓഫറുകൾ കൊടുക്കുന്നുണ്ട്, പല സംഗതികൾ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം അദ്ദേഹം അവരുമായിട്ട് വലിയ സംവാദങ്ങൾ, ദീർഘമായ സംവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിൻ്റെ ഓരോ മതത്തിൻ്റെയും നന്മയുടെ വശങ്ങളെക്കുറിച്ചും തിന്മയുടെ വശങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. ഓൺ കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘമായ പഠനമുണ്ട് അത് കൺവേർഷനെക്കുറിച്ച് തന്നെ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പതിറ്റാണ്ടുകളെടുത്ത് പിന്നെയും ഒരു 20 വർഷം കഴിയുമ്പോഴാണ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മതങ്ങളെ മുഴുവൻ അദ്ദേഹം നോക്കിക്കാണാൻ ശ്രമിച്ച ലെൻസ് എന്താണെന്നുള്ളൊരു കാര്യമുണ്ട്. ക്രിസ്തു മതത്തെ നോക്കുക അല്ലെങ്കിൽ ഇസ്ലാമിനെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലെൻസ് എന്ന് പറയുന്നത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യമാണ്, മനുഷ്യാന്തസ്. ഈ 4 കാര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ആ മതം എത്രത്തോളം പ്രബലമാണ്, ഇതാണ് പരിശോധന. വെറും തിയോളജിക്കൽ അല്ല,
അതെ 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 സോഷ്യോളജിക്കലാണ്. അതൊരു സോഷ്യോളജിക്കൽ കണ്ണടയിലൂടെയാണ് ഈ മതങ്ങളെ മുഴുവൻ അദ്ദേഹം പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത് മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും വികാസത്തിനും വിമോചനത്തിനും ഉപയുക്തമല്ലാത്ത എല്ലാ മതവും കാപഢ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പരിശോധനയിൽ ഈ മതങ്ങളെല്ലാം കുഴപ്പം പിടിച്ചൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത്. അങ്ങനെയാണ് പിന്നെ പരിശോധനയിൽ ഒരു ഐറ്റം മാത്രമാണ് ബുദ്ധനിലേക്ക് അദ്ദേഹം തിരിയുമ്പോൾ അദ്ദേഹം ബുദ്ധൻ്റെ ആദിമ സംഘങ്ങളിലുണ്ടായിരുന്ന അതിന് അപവാദങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവിൽ ആദിമ ബൗദ്ധ സംഘം എന്ന് പറയാവുന്ന സംഘങ്ങളിലുണ്ടായിരുന്ന ജനായത്ത രീതികളിൽ വളരെ ആകൃഷ്ടനാകുന്നുണ്ടെന്ന് പറയാൻ അതിനകത്ത് ഏറെക്കുറെ അന്ന് സാധ്യമായ തരത്തിൽ ഏറെക്കുറെ വിവേചനങ്ങളുണ്ടെന്ന് പറഞ്ഞ് പുസ്തകമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയുമായിരിക്കും, വിവേചനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അന്ന് നിലനിന്നിരുന്ന മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്ത മഹാസംഘത്തിലുണ്ടായിരുന്ന ഏറെക്കുറെ ജനായത്തപരമായ ഒരു സംഗതി ബുദ്ധനോട് ചോദിക്കുന്നു. ഒരു അടുത്ത അനുയായിയെ പറയും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് പറയുന്നില്ല. അതൊക്കെ അംബേദ്കർ എടുത്ത് കാണിക്കുന്നു. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു മഹാസംഘത്തെ അദ്ദേഹം മനസ്സിലാക്കുകയും ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു ആദിമ രൂപം ഈ ബുദ്ധൻ്റെ മഹാസംഘങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നു. അങ്ങനെയാണ് 56-ലെ റേഡിയോ പ്രഭാഷണത്തിൽ എൻ്റെ ദർശനം 3 വാക്കുകളിൽ ഒതുക്കാം: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈ 3 മൂല്യങ്ങൾ ഞാൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല കടമെടുത്തത്, മറിച്ച് ബുദ്ധനിൽ നിന്നാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതെ, ഇങ്ങനെ ഈ ബുദ്ധ മതത്തിൻ്റെ ആദിമ മഹാസംഘങ്ങളിലാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ വേരുകൾ കിടക്കുന്നത് എന്നൊരു സങ്കല്പമാണ് അദ്ദേഹത്തിന് സാമൂഹികമായി ബുദ്ധമതത്തെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. തിയോളജിക്കലി വേറൊരു ഘടകം കൂടിയുണ്ട്, ഫിലോസഫിക്കലി. അദ്ദേഹം ഒരു പ്രാഗ്മാറ്റിസ്റ്റായിട്ടാണ് ജീവിതത്തിലുടനീളം വന്നത്. ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായൊരു സത്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മതത്തിൽ, ഒരു സർവശക്തനായ ദൈവത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മതത്തിൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം പ്രാഗ്മാറ്റിസം അത് അനുവദിക്കുന്നില്ല, അതായത് തത്വചിന്താ നിലപാട് അത് അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബുദ്ധനിലും ഈ സമാനമായൊരു കാര്യം കാണാൻ പറ്റും. ബുദ്ധൻ ഒരിക്കലും ഒരു ആത്യന്തിക സത്യത്തെയോ ആത്യന്തിക ശക്തിയുള്ള ഒരു ദൈവത്തെയോ അതെ, ദൈവമില്ലാത്ത മതമെന്നാണ് അംബേദ്കർ ബുദ്ധമതത്തെക്കുറിച്ച് പറയുന്നത്. ദൈവമില്ലാത്ത മതം. ബുദ്ധനോട് അനുയായികൾ 10 ചോദ്യങ്ങൾ ചോദിക്കുന്നു. മരണാനന്തര ജീവിതമുണ്ടോ, ദൈവമുണ്ടോ, ആത്മാവുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ 10 എണ്ണം ചോദിക്കുന്നു. ഈ 10 എണ്ണത്തിനും ബുദ്ധൻ പറഞ്ഞു എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അവ്യക്താണി എന്നാണ് ബുദ്ധ മതഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നത്. ഈ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത് ബുദ്ധൻ അങ്ങനെ ഉത്തരം മുട്ടിയിട്ടല്ല, അത് മനുഷ്യജീവിതത്തിന് ഒരു കാര്യവുമില്ലാത്ത കാര്യമാണിത് എന്ന വ്യക്തമായ ബോധ്യത്തിലാണ്. അപ്പോൾ ഈ അങ്ങനെ അതും പോരാഞ്ഞ് ഒരു പടി കൂടി കടന്ന് നിലവിലുള്ള ബുദ്ധമതത്തിൻ്റെ ഏതെങ്കിലും സ്ട്രീമിലേക്ക് ലയിക്കുകയല്ല അംബേദ്കർ ചെയ്യുന്നത്, മറിച്ച് അതിന് തന്നെ നവയാന എന്ന് പറഞ്ഞ പുതിയൊരു വ്യാഖ്യാനം കൊടുക്കാതെ അങ്ങനെ ബുദ്ധന് തന്നെ പുതിയൊരു വ്യാഖ്യാനം കൊടുക്കുകയും ബുദ്ധൻ്റെ പാരമ്പര്യത്തിൽ നിന്നും ജനായത്ത ജീവിതത്തിൻ്റെ ഒരു മാതൃക കണ്ടെടുക്കുകയും ആത്യന്തിക സത്യവും സർവജ്ഞനായ ദൈവവും എന്ന വിദ്യാസങ്കല്പത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നതിലൂടെ നമ്മളുടെ ആധുനിക കാലഘട്ടത്തിൽ വിശ്വസിക്കാവുന്ന ഒരേ ഒരു മതം ബുദ്ധമതമാണ്. എന്തുകൊണ്ടെന്നാൽ ഇറ്റ് ഈസ് എ റാഷണൽ എന്നാണ് അംബേദ്കർ പറയുന്നൊരു കാര്യം. ഇങ്ങനെ പലവിധ കൺവിക്ഷനിലൂടെയാണ് അദ്ദേഹം ബുദ്ധമതം തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു അബദ്ധം പറ്റിയതോ അല്ലെ വെറുതെ ഒരു കൺവേർഷനോ അല്ലെ വിപ്ലവത്തിൽ പരാജയപ്പെട്ട് അഭയം പ്രാപിച്ചതെന്നോ അല്ല. സ്വാഭാവിക അവസാനം നിരാശാപരിതരായി ചെന്ന് അഭയം പ്രാപിക്കുന്നത് സ്വാഭാവിക കൾമിനേഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.